നമ്മളിപ്പോൾ ഈ കാണുന്നത് ഗാസയിലെ പിള്ളേര് പട്ടിണി കൊണ്ട് അവിടെ കിട്ടുന്ന ഫുഡ് എന്താണെങ്കിലും കഴിക്കേണ്ടി വരുന്നൊരവസ്ഥ. അതായത് ചപ്പും ചവറും വരെ അവരെടുത്ത് കഴിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ കാണുന്നുണ്ടായിട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ പല എച്ചിൽ വാണങ്ങളും അതുപോലെ തന്നെ മറ്റു കുറേ സംഘി പരിവാണങ്ങളും കൂടെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ. അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇതാണ്. അതായത് ഗാസയിലെ ഈ പട്ടിണിക്ക് കാരണം അവിടുത്തെ ഹമാസ് ഇവരുടെ ഫുഡ് എടുത്തു കൊണ്ടുപോകുന്നതാണ്. ഹമാസ് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ്, അതുകൊണ്ട് ഇവർക്ക് വേണ്ട ഫുഡ് കിട്ടുന്നില്ല എന്നാണ്. ഈ ഒരു ഗാസയുടെ അവസ്ഥ കുറച്ച് കാലങ്ങളായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. ആ തുടങ്ങാനുള്ള മെയിൻ കാരണം പണ്ട് ഇവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് UN സന്നദ്ധ സംഘടനകളുടെ അണ്ടറിലായിരുന്നു ഇവിടുത്തെ ഫുഡ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. അന്ന് ഇത്ര ഒരു സ്റ്റാവേഷൻ്റെ അവസ്ഥ അവിടുത്തെ പിള്ളേർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്കോ ഉണ്ടായിട്ടില്ല. ഇപ്പം അവിടുത്തെ ഫുഡ് സപ്ലൈ കംപ്ലീറ്റ് കൊടുക്കുന്നത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണ്. അതായത് ഇത് ബാക്ക് ചെയ്യുന്നത് ഇസ്രായേലും അമേരിക്കയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു ബോഡിയാണിത്, ഈ GHF എന്ന് പറഞ്ഞത്. അതായത് അവർ മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ അവർ പറയുന്ന അത്രേ. പണ്ട് 90ഓളം ട്രക്കുകൾ അകത്തോട്ട് കിടന്ന് ഫുഡും മറ്റ് മെഡിക്കൽ സപ്ലൈ ആയിട്ട് അകത്ത് കയറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് വെട്ടിച്ചുരുക്കി അവർ 5ന്റെയും 10ന്റെയും ഇടയിലേക്കുള്ള ട്രക്കാക്കി കുറച്ചു. അതായത് 100 കടന്നുകൊണ്ടിരുന്നിടത്ത് 10% അവർ കുറയ്ക്കേണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അവിടുത്തെ ഇത്രയും അവസ്ഥ ഉണ്ടാവുന്നതും. ഇസ്രായേലിന് വേണ്ടതും അത് തന്നെയാണ്. അവിടുത്തെ ആളുകൾ പട്ടിണി കിടന്ന് ആ വംശം തന്നെ ഇല്ലാണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടും നമ്മുടെ നാട്ടിൽ എനിക്കിപ്പോഴും മനസ്സിലാകത്തില്ല. കുറെ തൊരപ്പന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് തെളിവ് കൊണ്ടുവരൂ, അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഗസനെ ആക്രമിക്കുന്നതിന്റെ തെളിവ് കൊണ്ടുവരൂ. വേറെ ഒരുത്തനെ അവിടെ കുത്തിരുന്ന് പറയുന്നുണ്ട്. അതായത് മറ്റൊരു എച്ചിൽ പട്ടി, അവൻ പറയുന്നത് ഈ പറഞ്ഞ ഫുഡെല്ലാം കൂടെ ഈ ഹമാസ് കൊണ്ടുപോയത് കൊണ്ട് ഈ നമ്മുടെ ഇസ്രായേലും അമേരിക്കയും കൂടി പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഈ GHF എന്ന് പറഞ്ഞിട്ടുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ത്രൂ ഞങ്ങൾ ഫുഡ് കൊടുത്തോളാം എന്നും പറഞ്ഞ് പണ്ട് 100 കൊടുത്തത് 10% കുറച്ച് അവിടുത്തെ ആൾക്കാരെ കൊല്ലാനുള്ള പദ്ധതിയാണ്. ഇത് പച്ചയ്ക്ക് മുമ്പിൽ ഇങ്ങനെ കണ്ടിട്ടും ഇതിനെ കൊട്ടിപ്പിടിക്കുന്ന നമ്മുടെ നാട്ടിലെ എച്ചിലുകളും സംഘികളും വാണങ്ങളെ ഏതേലും കാലത്ത് വരാണ്ടിരിക്കട്ടെ, ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നീയൊക്കെ തീട്ടം വരെത്തുന്നു.